അവശരായിട്ടുള്ള ആളുകൾ അവർക്ക് പോലും പരോൾ കൃത്യമായി അനുവദിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഈ രാഷ്ട്രീയ പിൻബലത്തിന്റെ പേരിൽ ഈ കൊടും ക്രിമിനലുകൾക്ക് ഇങ്ങനെ പരോൾ ലഭ്യമാകുന്നത്. എന്താണ് അവിടുത്തെ ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് അവർ പുറത്തിറങ്ങിയ കാലത്തെ അടക്കം കാലയളവൊക്കെ പരിശോധിക്കുമ്പോൾ ഫെലിക്സിന് തോന്നുന്നത്? പ്രജീഷ്, അതായത് ഈ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് കൃത്യമായ രാഷ്ട്രീയ സംരക്ഷണം ജയിലിനകത്തും പുറത്തും ലഭിക്കുന്നുണ്ട് എന്നത് പരാതി മാത്രമല്ല, അത് വാസ്തവമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികൾക്കുള്ള ശിക്ഷ അതായത് അത് ഇരട്ട ജീവപര്യന്തം, 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയായി ഹൈക്കോടതി ആ ശിക്ഷ ഉയർത്തിയിരുന്നു. മാത്രമല്ല 1 മുതൽ 9 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം ശിക്ഷായിളവ് നൽകാൻ പാടില്ല എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചതാണ്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ 3 പ്രതികൾ, അതിൽ മുഹമ്മദ് ഷാഫിയുണ്ട്, അണ്ണൻ സിജിത്ത്, ഈ അടങ്ങുന്ന 3 പ്രതികൾക്ക് ശിക്ഷായിളവ് നൽകാനുള്ളൊരു തീരുമാനം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പോയത്. പിന്നീട് സർക്കാരിന് ആ തീരുമാനം തിരുത്തേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ ജയിലിലെ 3 ഉദ്യോഗസ്ഥർക്ക് എതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയപരമായി ഇവർക്കെല്ലാം വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടുന്നു എന്നതാണ്. 2018 60 ദിവസം ഈ കൊടിസുനി ഈ പരോൾ ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ആ സമയത്താണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരാളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്ന കേസിൽ കൊടിസുനി പ്രതിയാവുന്നത്. പരോളിൽ ഇറങ്ങി വീണ്ടും ഒരു ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നു, അതിൽ കൊടിസുനി പ്രതിയാകുന്നു. മാത്രമല്ല സമാനമായ രീതിയിൽ മറ്റൊരു കേസിൽ മറ്റൊരു പ്രതി കിർമാണി മനോജ് അടക്കമുള്ളവർ ലഹരി പാർട്ടി നടത്തി വയനാട്ടിൽ എന്ന പരാതിയിൽ ഇയാൾക്കെതിരെയും കേസെടുക്കുന്നുണ്ടായി. അപ്പോൾ ഈ പരോളിൽ ഇറങ്ങുന്ന പ്രതികൾ നിരന്തരം കേസുകളിൽ പെടുന്നു. കൊടിസുനി പല ജയിലുകളിൽ ഈ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം മോശമായി പെരുമാറിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഈ ജയിൽ മാറ്റം അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നു. പക്ഷേ എന്നിട്ടും പരോൾ അനുവദിക്കുന്നതിൽ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്നതാണ്. 1000-ലധികം ദിവസം ഒരാൾക്ക് പരോൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 വർഷത്തിലേറെ കാലം ഈ പ്രതികൾ പുറത്തിറങ്ങി ഈ വീട്ടുകളിലും അല്ലെങ്കിൽ സൗകര്യമായി അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരോളുമായി ബന്ധപ്പെട്ട് ടി.പി. കേസിലെ പ്രതികളുടെ പരോളുമായി ബന്ധപ്പെട്ട് നിരന്തരം ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവരാറുണ്ട് കെ.കെ. രമ അടക്കമുള്ളവരെല്ലാവരും. ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കെ.കെ. രമയുമായി സംസാരിച്ചോ? കെ.കെ. രമയുടെ പ്രതികരണം എന്താണ്? മറ്റു വിവരങ്ങൾ? നേരത്തെ തന്നെ കെ.കെ. രമ ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. കാരണം ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വഴിവിട്ട പരോളും വഴിവിട്ട സഹായവും ജയിലിനകത്തും പുറത്തും ലഭിക്കുന്നുണ്ട് എന്ന് കെ.കെ. രമ തന്നെ വ്യക്തമാക്കിയതാണ്. മാത്രമല്ല, ഇങ്ങനെ ശിക്ഷായിളവിലേക്ക് ഒരു തീരുമാനം അന്ന് പോയപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് ഈ നിയമസഭയിലടക്കം കെ.കെ. രമ സ്വീകരിക്കുകയും ചെയ്തു. അതിൽ ഈ വിഷയത്തിൽ സമാനമായ നിലപാട് തന്നെയാണ് കെ.കെ. രമയ്ക്ക്. അതായത് വഴിവിട്ട് പരോളും സഹായവും ടി.പി. കേസിലെ പ്രതികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ്. മാത്രമല്ല, കൊടിസുനിക്ക് കഴിഞ്ഞ മാസമാണ് ഏറ്റവും ഒടുവിലായി പരോൾ ലഭിച്ചത്. ആ സമയത്ത് പി ജയരാജൻ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിന് മനുഷ്യത്വപരമായ ഒരു നിലപാടാണ്, മനുഷ്യത്വപരമായാണ് ഈ പരോൾ അനുവദിച്ചത്, അതിൽ തെറ്റില്ല എന്ന് പരസ്യമായി ഈ പ്രതികൾക്ക് പിന്തുണ നൽകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ അവർ പലതും തുറന്നു പറഞ്ഞാൽ പല നേതാക്കളും കുടുങ്ങും എന്ന രീതിയിലുള്ള പ്രശാന്ത് സഭയിൽ നിന്നും ചേരുന്ന പ്രശാന്ത് 2024 ഈ ഒക്ടോബർ മാസം തിരുവഞ്ചൂരിന്റെ ആ ചോദ്യം, അതിനാണ് മറുപടി ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഒഫീഷ്യൽ ഫോറത്തിൽ, നിയമസഭ പോലെ ഉള്ള ഒരു ഫ്ലോറിലാണ് ഇതിന്റെ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഈ കണക്കുകൾ സംബന്ധിച്ച്. അപ്പോൾ ഇത് വലിയ ചർച്ചകളിലേക്കൊക്കെ പോകില്ലേ? പ്രതിപക്ഷം ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കും? പ്രത്യേകിച്ച് കെ.കെ. രമ MLA കൂടിയാണ്, സഭയിലെ അംഗമാണ്, നിയമപരമായി പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ്. പ്രതിപക്ഷം ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കാനാണ് ആലോചിക്കുന്നത്? പ്രതിപക്ഷം ഇന്നിപ്പോൾ ഈ വിഷയം പ്രത്യേകിച്ചായി ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഈ സ്വാഭാവികമായും സഭയിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കും. ബജറ്റിൻ്റെ ചർച്ചകൾ കഴിഞ്ഞെങ്കിലും നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. അപ്പോൾ ചർച്ചകൾ നടക്കുന്ന അവസരത്തിലായിരിക്കും സ്വാഭാവികമായും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുക. പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഉന്നയിക്കുന്ന അവസരത്തിലും പ്രതിപക്ഷത്തിന് ഇത് ഉന്നയിക്കാൻ അവസരമുണ്ട്. ഇതിൽ ഈ മുഖ്യമന്ത്രി പുറത്ത് നൽകിയ ഉത്തരത്തിൽ ഒരു കണക്കുകൂടി നമുക്ക് പറയാം. അതായത് ഓരോ ഇതിൽ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ ഓരോരുത്തരും ജയിലിൽ എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്നതും ഈ കണക്ക് വ്യക്തമാക്കുന്നുണ്ട്. കെ.സി. രാമചന്ദ്രൻ ജയിലിൽ ആകെ കഴിഞ്ഞത് 9 വർഷമാണ്. ടി.കെ. രജീഷ് ജയിലിൽ കഴിഞ്ഞത് 6 വർഷം. അതുപോലെ തന്നെ
അണ്ണൻ സജിത്ത് ജയിലിൽ കഴിഞ്ഞ വർഷം 10 വർഷവും 7 മാസവുമാണ്. മുഹമ്മദ് ഷാഫി 9 വർഷവും 27 ദിവസവുമാണ് ജയിലിൽ കഴിഞ്ഞത്. അണ്ണൻ ഷിനോജ് 10 വർഷവും 6 മാസവും. റഫീഖ് ജയിലിൽ കഴിഞ്ഞ കാലാവധി എന്നത് 7 വർഷവും 3 മാസവും. കിർമാണി മനോജ് ജയിലിൽ പരോൾ ഒഴിവാക്കി ജയിലിൽ കഴിഞ്ഞ കാലാവധി 10 വർഷമാണ്. കൊടിസുനി 12 വർഷം. ഏറ്റവും കൂടുതൽ ഈ കാലയളവ് ജയിലിനകത്ത് കിടന്നത് കൊടിസുനിയാണ്. എം സി അനൂപ് 10 വർഷം ജയിലിൽ കഴിഞ്ഞു. അങ്ങനെ ഇത്തരത്തിലുള്ള കണക്കുകൾ, അതായത് പരോൾ കാലാവധിക്ക് പുറമെ ഈ GP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ട ശേഷം ഈ പ്രതികളുടെ വിചാരണയെല്ലാം പൂർത്തിയായി ശിക്ഷാ കാലാവധിക്ക് ശേഷം ഇതുവരെ എത്ര വർഷം ജയിലിൽ കടന്നു എന്ന കണക്കുകൂടി വിശദീകരിക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഇവർക്ക് ഒരു രാഷ്ട്രീയ കേസായതുകൊണ്ട് തന്നെ കൃത്യമായും ഇവർക്ക് രാഷ്ട്രീയ അല്ലെങ്കിൽ ഇവർക്ക് പരോൾ അനുവദിക്കുന്നതിന് വേണ്ടി കൃത്യമായ സ്വാധീനങ്ങൾ ഇല്ലാതെ ഈ പ്രതികൾക്ക് ഇത്രയും വർഷം, അഥവാ 1000 ദിവസത്തിലധികം ഒന്നും പ്രതികൾക്ക് ജയിലിന് പുറത്ത് കഴിയാൻ സാധിക്കില്ല. അതും പ്രത്യേകിച്ചും ഒരു ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരു വർഷം ശരാശരി 60 ദിവസം മാത്രമാണ് ഈ ലീവായി, അതായത് പരോളായി അനുവദിക്കുക. ഇതിന് പുറമെ എമർജൻസി ലീവും അതുപോലെ തന്നെ കോവിഡ് ലീവ് എന്ന പേരിൽ എല്ലാം തന്നെ ലീവ് അനുവദിക്കുമ്പോൾ പരോളുമായി ബന്ധപ്പെട്ട് ഈ ജയിൽ അഡ്വൈസറി പിന്നീട് ഒരു തവണ നൽകുന്ന പരോള് പിന്നീട് അതിന്റെ പരിശോധനയിലേക്കൊന്നും വരുന്നില്ലേ? കാരണം പുറത്തേക്ക് ഇറങ്ങുന്നവരെന്നാലും സംശുദ്ധരോ അല്ലെങ്കിൽ ശുദ്ധന്മാരോ ആയി മാറുന്നില്ല. കിർമാണി മനോജ് പരസ്യമായി ലഹരി പാർട്ടി നടത്തി വെല്ലുവിളിച്ചയാളാണ്. കൊടിസുനി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരാളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ വീണ്ടും പ്രതി ചേർക്കപ്പെടുന്ന അല്ലെങ്കിൽ വീണ്ടും അങ്ങനെ കുറ്റകൃത്യം ചെയ്ത ആളാണ്. അപ്പോൾ ഈ സ്ക്രീനിംഗ് ഒന്നും ഇതിന്റെ ഇടയ്ക്കോ ജയിലിലെ അടിയുമായി ബന്ധപ്പെട്ട് ജയിൽ മാറ്റിയതിന് ശേഷം അതൊന്നും വരുന്നില്ല. ഈ പരാതി ആരെങ്കിലും നൽകിയാൽ പോലും അതുപോലും ഒരു പരിശോധനയ്ക്ക് വരുന്നില്ലേ? അതെ, പ്രതീക്ഷ 851 ദിവസമാണ് കിർമാണി മനോജ് ജയിലിന് പുറത്ത് കഴിഞ്ഞത്. അതെല്ലാം തന്നെ കുടുംബാംഗങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി എന്ന രീതിയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഓർഡിനറി ലീവുകളാണ്. അതായത് ഓർഡിനറി ലീവ് എന്ന പേരിലാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ കോവിഡ് സ്പെഷ്യൽ ലീവ് എന്ന ഇനത്തിൽ ഇതെല്ലാം ഈ ലീവുകളെല്ലാം തന്നെ, അതായത് ഈ പരോളെല്ലാം തന്നെ 30 ദിവസവും 15 ദിവസവും 30 ദിവസം എല്ലാം 30 ദിവസം വരെ നീളുന്ന ഓരോ കാലം, അതായത് ഒരു മാസമൊക്കെ തുടർച്ചയായി പുറത്തു നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു എന്നതാണ്. തീർച്ചയായും മറ്റു ഒരു കേസിലെ പ്രതികൾക്ക് ഇത്തരം ഇളവ് ലഭിക്കുമോ എന്നത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വിഷയം ഈ സഭാ സമ്മേളനത്തിന് മുൻപ് ഉള്ള സമ്മേളന കാലത്താണ് മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നതെങ്കിലും വലിയ ചർച്ചകൾക്ക് വിധേയമാണ്. ശരി, പ്രശാന്ത് കൃഷ്ണയും ഫെലിക്സുമാണ് വിവരങ്ങൾ നൽകിയത്. ഈ പറയുമ്പോൾ പ്രജീഷ് നേരത്തെ ചോദിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയൊന്നും പിന്നീട് നടക്കുന്നില്ലേ എന്ന്. 2024 ഇവർക്ക് ശിക്ഷ ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ശുപാർശ ഉണ്ടാകുകയും വലിയ വിവാദമാവുകയും അതിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഇപ്പൊ TP കേസുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരികയാണ്, പ്രതികൾക്ക് ശിക്ഷ ഇളവെന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ എത്രത്തോളം വലിയ വാർത്തയാകുമെന്ന് അറിയാതെ അല്ല അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നത്. മുഖ്യമന്ത്രി സഭയിൽ പറയുമ്പോൾ മുഖ്യമന്ത്രിക്കും അറിയാം എത്ര 1000 ദിവസം എന്ന് പറയും. 1000 ദിവസം നമുക്ക് ഈ പല കാലയളവ് ചേർത്ത് വെച്ച് എത്ര വർഷമായി, 3 വർഷത്തിൽ കൂടുതൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതികൾ പുറത്താണ്. അതും ഈ പറഞ്ഞ രീതിയിൽ പല കുറ്റകൃത്യങ്ങളാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ മാധു പറഞ്ഞതുപോലെ ഈ 60 ദിവസം ഇപ്പോൾ ശ്രീ NM പിയേഴ്സൺ രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ NM പിയേഴ്സൺ, TP കേസുമായി ബന്ധപ്പെട്ട ആ കേസിലെ പ്രതികൾ പുറത്ത് കഴിഞ്ഞ കാലയളവ് അവർക്ക് കിട്ടിയ പരോളുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി സഭയിൽ നൽകിയ മറുപടിയിലാണ് വ്യക്തമാകുന്നത്. 3 പേരാണ് 1000 ദിവസത്തിന് പുറത്ത്, അപ്പോൾ നമ്മൾ വർഷക്കണക്കിൽ കൂട്ടിയാൽ 3 വർഷത്തോളം പുറത്ത് കഴിയാൻ അവർക്ക് സാധിച്ചത്. KC രാമചന്ദ്രൻ 1081 ദിവസമുണ്ട്. ട്രൗസർ മനോജിന് 1068 ദിവസം പുറത്ത് നടക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ പരോൾ അനുവദിക്കപ്പെട്ട കാര്യം നിയമസഭയിൽ വ്യക്തമാക്കപ്പെടുകയാണ്. അപ്പോൾ KK രമയൊക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതിന് സാധുത കിട്ടുകയാണ്. അല്ല, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് കേരളം നിരന്തരമായിട്ട് ഈ കാര്യത്തിൽ പ്രതികരിക്കുകയും അതേപോലെ തന്നെ സർക്കാരിനെ വിമർശിക്കുകയും CPM-നെ വിമർശിക്കുകയൊക്കെ ചെയ്തെങ്കിലും ആ വിമർശനങ്ങളെല്ലാം അവർ ചെവിയുടെ ഒരു വശത്തൂടെ കേൾക്കുകയും മറുവശത്തൂടെ പറത്തിക്കളയുകയും ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ TP കേസിന്റെ കാര്യത്തിൽ ഇത് എപ്പോഴും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളതിന്റെ പേരിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ. മറ്റ് പ്രതികളുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയായിരിക്കും. അവിടെ ചിലപ്പോൾ രാഷ്ട്രീയ നേതൃത്വമായിരിക്കില്ല ഇടപെടുന്നത്, അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും.
എന്നുവെച്ചാൽ നമ്മുടെ ജയിലുകളിൽ പാർപ്പിച്ചിരിക്കുന്ന എല്ലാ കുറ്റവാളികൾക്കും പുറത്തു നടക്കാനായിട്ട് വലിയ തരത്തിൽ ഒരവസരം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കപ്പെടേണ്ടതാണ്. TP കേസ് അതിന്റെ പേരിൽ മാത്രമാണ് നിരന്തരമായിട്ട് ഇങ്ങനെ അതിന്റെ പിന്നാലെ പ്രതിപക്ഷവും അതേപോലെ തന്നെ മറ്റ് പൊതുസമൂഹവും പിന്നാലെ നടക്കുന്നത്. കാരണം ആ കൊലപാതകത്തിന്റെ സവിശേഷത കൊണ്ടും അത് രാഷ്ട്രീയ കൊലപാതകം എന്നതിനേക്കാൾ ഉപരിയായിട്ട് CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീകമായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രമാത്രം ഫോളോ അപ്പ് കാര്യത്തിൽ നടക്കുന്നത്. പക്ഷേ ജയിലുകളിലേക്ക് കടന്നു ചെന്നാൽ എനിക്ക് തോന്നുന്നത് മറ്റ് പ്രതികളും ഇതേപോലെ പരോളിൽ തന്നെ സഞ്ചരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ച് നാൾ മുമ്പാണല്ലോ ചെന്താമര പുറത്തിറങ്ങി വീണ്ടും കൊലപാതകമൊക്കെ നടത്തിയത്. അപ്പൊ നമ്മുടെ ജയിലുകളുടെ പൊതുസ്ഥിതി എന്ന് പറഞ്ഞാൽ പണമുള്ളവനും രാഷ്ട്രീയ അധികാരമുള്ളവനും ഏത് തരത്തിലുള്ള കുറ്റം ചെയ്താലും ഏത് സമയത്തും ഇതേപോലെ പുറത്ത് സ്വതന്ത്രമായിട്ട് വിഹരിക്കാനായിട്ട് അവസരം കിട്ടുന്നു. വിശ്രമിക്കാനുള്ള ഇടം മാത്രമായിട്ട് ജയിലറകൾ മാറിത്തീരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, വളരെ അധികം നന്ദി ശ്രീ പിയേഴ്സൺ പ്രതികരിച്ചതിന്. അങ്ങനെ നമുക്ക് ഒരുപാട് അസ്വാഭാവികതകൾ, കാരണം ഇതിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് തോന്നിപ്പോകും. കാരണം സമാനമായ രീതിയിൽ എത്രയോ ആളുകൾ, അവശരായിട്ടുള്ള ആളുകൾ, പരോള് തേടിയ ആളുകൾ, അവർക്കൊക്കെ ഒരു പക്ഷേ പിൻബലമില്ലാത്തതിന്റെ പ്രശ്നമായിരിക്കും ഇത്രത്തോളം രാഷ്ട്രീയ അറ്റൻഷൻ കിട്ടിയ ഒരു കേസിൽ. നോക്കൂ, ഒരു കേരളത്തിൽ CPM-നെക്കാളും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിലാണ് ഇത് സംഭവിക്കുന്നത്. അതാണ് ശ്രീ എൻ പിയേഴ്സൺ ചൂണ്ടിക്കാണിച്ചത്. പ്രശാന്ത് കൃഷ്ണയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. പ്രശാന്ത് നേരത്തെ പറഞ്ഞു 3 തരത്തിലുള്ള പരോൾ അവധി ആണ് ഇവർക്ക് കിട്ടിയത് എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്ട് 1 വർഷത്തോളം തുടർച്ചയായി പുറത്ത് നിൽക്കാൻ കഴിയുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്ന ആരോപണങ്ങൾ കൂടി ഉണ്ടാവുകയാണല്ലോ. ആ കണക്ക് എങ്ങനെയാണ് പ്രശാന്ത്? 3 പേർക്കാണ് ഇത്തരത്തിൽ കോവിഡിന്റെ പേരിൽ ഏകദേശം 1 വർഷത്തിലധികം പുറത്തു വയ്ക്കാനുള്ള അവസരം കിട്ടിയത്. അതിൽ ഈ സിനോജിന് അനുവദിച്ചത് 2020 മാർച്ച് മാസത്തിൽ 9 മാസവും 14 ദിവസവുമാണ് കോവിഡ് സ്പെഷ്യൽ ലീവ് എന്ന പേരിൽ ഷിനോജിന് പരോളിന് പുറത്തിറങ്ങി നിൽക്കാനുള്ള അവസരം ലഭിച്ചത്. കിർമാനി മനോജിന് ഇത്തരത്തിൽ ഒരു ഇളവ് ലഭിച്ചിട്ടുണ്ട്. 8 മാസവും 22 ദിവസവും, അതായത് 2021 മെയ് മാസം